നമ്മൾ മലയാളികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കുടവയർ എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾക്കും കൂടെയുള്ള ഒരു പരിഹാരം തന്നെയാണ്. LDL കൊളസ്ട്രോളിനെ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു എന്നുള്ളതും ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയ്ക്കുന്നു എന്നുള്ളതും ഒക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ഗുണം തന്നെയാണ്. ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കറുവപ്പട്ട ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇത് നമുക്ക് സാധാരണ ഉള്ള ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റിനെ കളയാനോ അല്ലെങ്കിൽ സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര മാർഗമായിട്ടോ അതും അല്ലെങ്കിൽ നമുക്ക് മെറ്റബോളിസത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കറുവപ്പട്ട ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഏത് കറുവപ്പട്ട ഉപയോഗിക്കണം എന്നുള്ളത് ഇനിയൊരു സംശയം ഉണ്ടാവരുത്. കാൽസ്യം സിന്നമൺ എന്നുള്ള നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തൊലി കട്ടിയുള്ള രീതിയിലുള്ള സിന്നമണാണ് നമ്മൾ സാധാരണ നമുക്ക് മാർക്കറ്റിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു കൗമാരിൻ എന്നുള്ള ഒരു ചെറിയ വിഷാംശം ഉള്ളതുകൊണ്ട് നമ്മളിത് ഡെയിലി കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ കേടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള സെയിലോൺ സിന്നമൺ, ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഈ ഒരു സിന്നമണാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതെടുക്കുമ്പോഴായാലും ഇപ്പോൾ കാണിച്ചൊരു പീസില്ലേ, ഒരു ചെറുവിരലിൻ്റെ അത്ര വലുപ്പം ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു കാൽ ഭാഗം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. അത് തന്നെ ഒരു ഗ്ലാസ്സിന് നമുക്ക് ധാരാളമാണ്. അപ്പോൾ അത് ഒരു 1.5-2 ഗ്ലാസോളം നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു കാൽ പീസ് കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചൊരു 1 ഗ്ലാസോ 3/4 ഗ്ലാസോ ആക്കുക. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പം അതിൻ്റെ ഒരു കളറ് നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അടച്ചു വെക്കാനും കൂടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും കളറ്, ആ ഒരു കളറിലേക്ക് വരുന്നതായിട്ട് കാണാം. ആ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല തണുപ്പല്ല, ഒരു ചെറിയ ലൂക്ക് വാം വാട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം തേൻ ഒഴിച്ചിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് തേൻ ഒഴിക്കുന്നതിൽ വിരോധമില്ല. കണ്ടോ, ഇതുപോലുള്ള സിന്നമണാണ് എപ്പോഴും എടുക്കേണ്ടത്, റൗണ്ടായിട്ട് എടുക്കുന്ന രീതിയിലുള്ള. അപ്പം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തേൻ ഒഴിച്ച് കഴിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഈ ഒരു തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കിട്ടുന്ന തേനിനനുസരിച്ചിരിക്കും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ആഡഡ് ഷുഗേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തേൻ ചേർക്കാതെ തന്നെ കുടിച്ചാൽ മതി. വളരെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഇഫക്റ്റുമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വെറും വയറിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മോണരോഗങ്ങളും പല്ലിന് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെറിയൊരു കറുവപ്പട്ടയുടെ പീസ് നന്നായിട്ട് പല്ലിലിട്ട് ചവച്ച് അതിൻ്റെ നീര് കുടിക്കുന്നതും നല്ലതാണ്.